നമസ്കാരം, എല്ലാവർക്കും പകൽ വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിലെ ദുരന്തമാണ് ഈ അവിട്ടം ദിനത്തിൽ മലയാളികൾക്ക് ആശങ്കയായി നിൽക്കുന്നത്. കാരണം ഒരു പറ്റം മലയാളികളുണ്ട്, പക്ഷേ ആശങ്ക വേണ്ട എന്നുള്ളൊരു ഉറപ്പ് നൽകുന്നുണ്ട് നോർക്ക CEO. അതിലാണ് ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം വിശദമായി. ആദ്യം തലക്കെട്ട്. ദുരന്തഭൂമിയായി നേപ്പാൾ. മിന്നൽ പ്രളയത്തിൽ മരണം 162. ചൈനയിലും 3 മരണം. വിദേശികളടക്കം 800 പേരെ കാണാനില്ല. കാണാതായവരിൽ 300ഓളം ഇന്ത്യക്കാരെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി. ഇഷ ഫൗണ്ടേഷനിലെ 77 പേർക്കായും തെരച്ചിൽ. സഹായവുമായി ഇന്ത്യയും ലോകരാജ്യങ്ങളും. രക്ഷാപ്രവർത്തനം തുടരുന്നു. നേപ്പാളിൽ കുടുങ്ങിയത് 53 മലയാളികൾ. ആശങ്ക കണ്ടെത്താൻ ശ്രമമെന്ന നോർക്ക റൂട്ട് CEO. സുരക്ഷിതരെന്ന നിഗമനം. കാഞ്ഞങ്ങാടും കോട്ടയത്ത് നിന്ന് പോയവരുമായി സംസാരിക്കാൻ കഴിഞ്ഞുവെന്നും രാജേഷ് മാധവൻ. ദുരന്തമുണ്ടായത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന്റെ ഇടത്താവള മേഖല. കോസി, തൃശൂലി നദികൾ കുത്തിയൊലിച്ച പ്രദേശം മണ്ണിനടിയിൽ. അരമണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 9 മീറ്റർ ഉയർന്നു. കാരണം ഹിമതടാക വിസ്ഫോടനം തന്നെ, ഭൂകമ്പമല്ലെന്ന് അനുമാനം. രക്ഷകരായ ഇന്ത്യ. ആശ്വാസ സാമഗ്രികളുമായി 2ാം വ്യോമസേനാ വിമാനവും നേപ്പാളിൽ. ജാഗരൂകമായി ഇന്ത്യൻ എംബസി. $5 ലക്ഷം സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. ദുരന്ത നിവാരണ ഉപദേഷ്ടാവിനെയും അയക്കും. സഹായവുമായി മറ്റ് ലോകരാജ്യങ്ങളും. യുദ്ധം തീർന്നു. ഹോർമുസിൽ ധാരണയുമായി. വാണിജ്യ കപ്പലുകൾക്ക് സർവീസ് ചാർജ്. തീരുമാനം സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും കണക്കിലെടുത്ത്. പ്രധാന പാത തുറക്കുന്നതിൽ തീരുമാനമായില്ല. വരുമാന വിഹിതം ഒമാനുമായി പങ്കുവെക്കുമെന്ന് ഇറാനുമായി ചർച്ച തുടരാൻ തിടുക്കമില്ലെന്ന് ട്രംപ്. അമേരിക്കയ്ക്ക് ഇറാന്റെ പരിഹാസം. ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ഇറാൻ തലസ്ഥാനത്ത്. കൂത്താട്ടോളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. 25 പേർക്ക് പരിക്ക്. മറിഞ്ഞ ബസ്സിലുണ്ടായിരുന്നത് കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് വന്ന വിവാഹ സംഘം. അപകടം ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ. കുളത്തുപുഴയിൽ ജീപ്പ് മറിഞ്ഞ യുവാവ് മരിച്ചു. അപകടം ജീപ്പ് നിർത്താൻ താക്കോലൂരാൻ ശ്രമിച്ചപ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. മരിച്ചത് വില്ലുമല സ്വദേശി സജി. ടോക്സിക്കിൽ വിവാദം തുടരുന്നു. സംവിധായിക ഗീതു മോഹൻദാസിനെതിരെ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും. കസബ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്ന് രൂപേഷ്. കസബയുടെ പോസ്റ്റർ പങ്കുവെച്ച് നിതിൻ ഷെയർ ചെയ്തത് നായികയുടെ കയ്യിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗം. പ്രതിപക്ഷ ഉപനേതാവിനായി ഓണത്തല്ല. CPIക്കെതിരെ ഫേസ്ബുക്കിൽ തുറന്നടിച്ച CPM നേതാവ് CN മോഹനൻ. CPI ആവശ്യം കീഴ്വഴക്കം ലംഘിച്ചാണെന്ന് വിമർശനം. സ്വന്തമായി 500 വോട്ടുള്ള മണ്ഡലം CPIക്കുണ്ടോ എന്നും ചോദ്യം. മൂന്നാറിനെ വിറപ്പിച്ച് വിരിഞ്ഞ കൊമ്പൻ. വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്ങിയത് മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് പള്ളികൾക്ക് സമീപം ജനവാസ മേഖലയിൽ. വൻതോതിൽ കൃഷി നശിപ്പിച്ചു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇന്നും നാളെയുമായി 48 മണിക്കൂർ പണിമുടക്ക്. ഗൂഡല്ലൂർ വഴി യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ. നിരവധി വാഹനങ്ങൾ ചുരത്തിൽപ്പെട്ടു. ഓണയാത്രയ്ക്കെത്തിയവരെ പണിമുടക്കനുകൂലികൾ തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. പണിമുടക്ക് വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനെതിരെ. ഇന്നാവിട്ടം. ബന്ധുവീടുകളിൽ ഓണസന്ദർശനവുമായി മലയാളികൾ. പാലക്കാട് പല്ലശ്ശനിയിൽ അവിട്ടത്തല്ല്. വൈകിട്ട് നാളെ ചതയം. ശ്രീനാരായണ ഗുരുജയന്തിക്ക് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികൾ.
എഴുത്തുകാരൻ TKD മുഴുപ്പിലങ്ങാട് അന്തരിച്ചു. മരണം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ. 100ഓളം പുസ്തകങ്ങളുടെ രചയിതാവ്, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച സാഹിത്യകാരൻ. കടക്കുന്നു പകൽ വാർത്തയിലേക്ക് വിശദമായി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 170ആയി. 134 ഇന്ത്യക്കാരടക്കം 750-ലധികം പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36-അംഗ സംഘം സുരക്ഷിതരാണ്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിൽ അയക്കുകയും ചെയ്തു. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ പങ്കുവച്ച चिला दृश्यങ്ങൾ കൂടി കാണാം. रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। भोटेकोशी नदी रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഞെട്ടിച്ച ദൃശ്യങ്ങളാണ്, ഞെട്ടിക്കുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് വരുന്നത്. അത്രമാത്രം ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയാളികളെ സംബന്ധിച്ച് അത്ര ആശങ്കയില്ല എന്ന് തോന്നുന്നു എങ്കിൽ പോലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിട്ടാണ് പറയുന്നത്? ഒരു ഭൂകമ്പ സാധ്യതയൊന്നുമില്ലല്ലോ അല്ലേ? എൽദോ, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഇപ്പോഴും എത്രയെന്ന് വ്യക്തമായിട്ടില്ല. മരണം സംബന്ധിച്ച് ഔദ്യോഗികമായി വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 170 മരണം എന്നാണ് ഔദ്യോഗികമായ ഒരു വിവരം പുറത്തു വന്നിട്ടുള്ളത്. 800-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 300-ലധികം പേരും ഇന്ത്യക്കാരെന്ന വിവരമാണ് പുറത്തു വരുന്നത്. മലയാളികളായി 52 പേരുണ്ട്. ഇവർ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ യാത്ര പോയതാണ്. ഇപ്പോൾ നോർക്കയുടെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത് ഇവരുമായി ആശയവിനിമയം സാധ്യമാകുന്നു എന്ന തരത്തിൽ തന്നെയാണ്. മറ്റ് അപകടങ്ങളില്ല, സുരക്ഷിതരാണ് എന്ന ഒരു നിഗമനമാണ് ഉള്ളത്. ഇവരുടെ ബന്ധുക്കളുമായും നോർക്കയുടെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം കൂടുതൽ ആളുകൾ തമിഴ്നാട്, അതോടൊപ്പം പശ്ചിമ ബംഗാൾ, ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി ഉള്ളതെന്ന വിവരം. അതോടൊപ്പം തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ അംഗങ്ങൾ അവരും ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പോയതാണ്. മാനസ സരോവറിലേക്കുള്ള യാത്രാമധ്യേ അവർക്ക് രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്ന മേഖല, ആ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. രസുവഗഡി പ്രവിശ്യ, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം ആദ്യം ഉണ്ടാകുന്നത്. ഈ വെള്ളം കുത്തിയൊലിക്കുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. ഇതിന് കാരണമായി പറയുന്നത് ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന തടയണകളുണ്ട്. അതായത് ദീർഘകാലം വെള്ളം ഒഴുകി വരുമ്പോൾ അതിലെ ചെളിയും മറ്റും അടിഞ്ഞുകൂടി, ഐസുമൊക്കെ അടിഞ്ഞുകൂടി ഒരു തടയണ പോലെ രൂപപ്പെടും. അതിൽ ജലം സംഭരിക്കും. പിന്നീട് ഇത് ക്രമാതീതമാകുമ്പോൾ ഈ തടയണ തകർന്നു പോകും. അതായത് കോൺക്രീറ്റോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഒരു തടയണയല്ല, പ്രകൃതിദത്തമായി രൂപം കൊള്ളുന്ന തടയണയാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ശാസ്ത്രീയമായ ഒരു അടിത്തറയോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, അതിന് ഉറപ്പുണ്ടാകില്ല. ഇത് വലിയ തോതിൽ വെള്ളം കയറുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ്. പ്രത്യേകിച്ച് മഴക്കാലമല്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനെ ഒരു അപകടമുണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗം, അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. 10 ടൺ മരുന്നും മറ്റ് വസ്തുക്കളുമടക്കം ഇന്ത്യയുടെ വിമാനം അവിടെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതും നടക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സുവാർകോട്ട്, രസുവ, ഗൂർഖ എന്നീ നേപ്പാളിൻ്റെ ജില്ലകളെയാണ് പ്രധാനമായും ഈ അപകടം ബാധിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഉൾപ്പെടെ, അതായത് വിവിധ മാർക്കറ്റുകളും അങ്ങനെ ജനങ്ങൾ ഒത്തുകൂടുന്നതുമായ ഇടങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരിക്കുന്നു. 12 ജലവൈദ്യുത പദ്ധതികൾ പൂർണ്ണമായും തകർന്നു. 19 പാലങ്ങൾ തകർന്നു. 40 കിലോമീറ്റർ റോഡ് തകരുകയും ചെയ്തു. എൽദോ, റൈറ്റ്. ആശങ്കപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടത് എന്ന് അറിയാം. എന്നാൽ മലയാളികളെ സംബന്ധിച്ച് 53 മലയാളികളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് നോർക്ക് അറിയിച്ചത്. ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നും കോട്ടയത്ത് നിന്നും പോയ യാത്രാ സംഘങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും സുരക്ഷിതരാണ്. ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് മലയാളികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നോർക്ക CEO രാജേഷ് മാധവൻ പറഞ്ഞത്. ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിന്റെ ഡെവലപ്മെന്റ് ഓഫീസറുണ്ട് ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡന്റ് കമ്മീഷണർ സാറിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ എപ്പോഴേലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറയുകയോ ആ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം കിട്ടിയ അപ്ഡേറ്റ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്തു. സോ അത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്ക് ഏകദേശം ഇവര് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. സോ അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈനലായിട്ട് നമുക്ക് ഇവരായിട്ടൊരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഔട്ടം ദിനത്തിലാണ് നമ്മൾ ഔട്ടം നാൾ ആഘോഷമാക്കുകയാണ് മലയാളം. തൃശൂർ നഗരത്തിൽ കുമ്മാട്ടിക്കളിയെങ്കിൽ മലപ്പുറം വണ്ടൂർ കൂരാട് പണപ്പൊയിലിൽ വണ്ടിപ്പൂട്ട് മത്സരമായിരുന്നു. ഓണപ്പൂട്ട് വണ്ടിപ്പൂട്ട് എന്ന പേരിൽ നടന്ന മത്സരത്തിൽ നിരവധി ഓഫ് റോഡ് വാഹനങ്ങളാണ് പങ്കെടുത്തത്. ഹലോ, വണ്ടൂർ കൂരാട് പണപ്പൊയിലാണ് ഇന്ന് വണ്ടിപ്പൂട്ട് മത്സരം നടക്കുന്നത്. മുൻപ് കാളപൂട്ട് നടന്നിരുന്ന കണ്ടമാണിത്. ഇവിടെയാണ് ഈ വണ്ടിപ്പൂട്ട് നടക്കുന്നത്. 3 കാറ്റഗറികളിലായിട്ട് 70-ലേറെ ഓഫ് റോഡ് വാഹനങ്ങളാണ് ഈ ഒരു വണ്ടിപ്പൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ടർബോ, നോൺ ടർബോ, അതേപോലെ വനിതകൾക്കായിട്ടുള്ള ഓഫ് റോഡ്, അങ്ങനെ 3 ഇനങ്ങളിലായിട്ട് 70ഓളം ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വലിയ ആവേശമാണ് നമുക്കിവിടെ രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ദൂരെ നിന്നുള്ള ഓഫ് റോഡേഴ്സും പ്രദേശവാസികളും ഒക്കെ ആയിട്ട് 100 കണക്കിന് ആളുകളാണ്, പ്രത്യേകിച്ച് വനിതകളുടെ ഒരു സാന്നിധ്യം അവിടെ എടുത്തു പറയുന്നത്. 100 വനിതകളാണ് ഈ ഒരു കാഴ്ച കാണാൻ, ഈ ഒരു ഓഫ് റോഡിൻ്റെ ആവേശം പങ്കുവെക്കാനൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു എടുത്തു പറയണം. മാത്രമല്ല വനിതകളുടെ ഓഫ് റോഡിങ്ങും ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതൊരു വലിയ ഉദ്ദേശമാണ് ഈ ഒരു വണ്ടിപ്പൂട്ട് മത്സരത്തിൻ്റെ പിന്നിൽ ഉള്ളത്. ഇവിടെ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ, നാടിനായിട്ടൊരു ഗ്രൗണ്ട് നിർമ്മിക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. നിലമ്പൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓഫ് റോഡേഴ്സിൻ്റെ സംഘമാണ്, ഈ ഒരു വൈൽഡ് വീൽസ് എന്ന ഓഫ് റോഡേഴ്സിൻ്റെ സംഘമാണ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളത്. ഒപ്പം ഈ നാട്ടിലെ തന്നെ പണപ്പൊയിലെ തന്നെ പ്രിയദർശിനി ക്ലബ്ബും ചേർന്നാണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അവരുടെ വലിയ ലക്ഷ്യം ഈ പ്രദേശത്തെ ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കാളപൂട്ട് കണ്ടത്. നമ്മൾ പാടത്തൊക്കെ ഒരുപാട് ഇത്തരം സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷേ കാളപൂട്ട് കണ്ടതിനായിട്ട് വിട്ടു നൽകുക, അതിൽ മണലും മറ്റുള്ള സംഗതികളൊക്കെയാണ്. അപ്പോൾ ടാസ്കുകൾ കൂട്ടിയിട്ട് ട്രാക്ക് സെറ്റ് ചെയ്തു. ഏറ്റവും കുറഞ്ഞ രീതിയിൽ മൈക്രോ പോയിന്റ് സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്യുന്ന ആളുകൾ എല്ലാ ടാസ്കുകളും പൂർത്തീകരിച്ച് മൈനസുകളില്ലാതെ, പോയിന്റുകൾ നഷ്ടപ്പെടാതെ ഫിനിഷ് ചെയ്യുന്ന ആളുകൾ വിന്നറാകും. പഴയകാലത്ത്, പുരാതന കാലത്തെ കാളപൂട്ടിൻ്റെ ഒരു പതിപ്പാണ്, പുതിയ ജെൻസ് പതിപ്പാണ് ഈ പരിപാടി. കാളക്ക് പകരം വണ്ടിയാണ് ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്ന വിജയികളെ തീരുമാനിക്കുന്നത്. ഈ നാടിന് സ്വന്തമായിട്ടൊരു കളി മുറ്റം തയ്യാറാക്കുക എന്നുള്ളതാണ്. നാടിൻ്റെ ഗ്രൗണ്ട് അതിനുള്ള ഫണ്ടിന് ശേഖരണം അതിനൊന്നും ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്തൊരു LP സ്കൂളുണ്ട്, അവിടെ കുട്ടികൾ കളിക്കാനുള്ള ഗ്രൗണ്ട് സൗകര്യം കുറവാണ്. പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നപ്പോൾ പഴയ ഗ്രൗണ്ട് സ്വാഭാവികമായിട്ടും മാറിപ്പോയി. അപ്പോൾ അതിനു വേണ്ടി ക്ലബിന്റെ പേരിൽ ഗ്രൗണ്ട് വാങ്ങിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ദേശം. രാവിലെ തുടങ്ങിയ മത്സരം 10 മണിയോടെയാണ് ആരംഭിച്ചത്. തുടങ്ങി വലിയ ജനക്കൂട്ടമാണ്. മുമ്പ് ഈ കാളപൂട്ടിന്റെ ഇടമായിരുന്ന ഈ ഒരു കണ്ടത്തിലേക്ക് വലിയൊരു ജനക്കൂട്ടമാണ് അതിനുശേഷം ഒഴുകിയെത്തുന്നത്. പലപ്പോഴും ദൂരെ നിന്നുള്ള ആളുകളും ഇത് കേട്ടറിഞ്ഞെത്തുന്നവരും പ്രദേശവാസികളൊക്കെ വലിയ ആവേശത്തോടെയാണ് ഈ ഒരു ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഓണപ്പൂട്ട് വണ്ടിപ്പൂട്ട് എന്ന ഈ മത്സരത്തെ കാണുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വാഹനം തിരിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് മുമ്പിലുള്ളത്. അതിന് ഓരോ കാറ്റഗറിയിലും ഓരോ സമയമാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. ചെറിയ പിഴകൾക്ക് പോലും സമയനഷ്ടം, ഫൗൾ വരും. അപ്പോൾ വളരെ കൃത്യതയോടെ, വളരെ വേഗത്തിൽ, പിഴവുകൾ വരുത്താതെ ഈ ഒരു മത്സരം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ ഓഫ് റോഡേഴ്സിന് മുമ്പിലും ഉള്ളത്. അതിൻ്റെ ഒരു ആവേശം, ഓണത്തിൻ്റെ ആവേശം വലിയ ഒരു ഓഫ് റോഡിൻ്റെ ആവേശമായി മാറുന്ന കാഴ്ചയാണ് പണപ്പൊയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് ആദ്യമായിട്ടാണ് കാളപൂട്ട് കണ്ടത്തിൽ ഒരു വണ്ടിപ്പൂട്ട് നടക്കുന്നത് എന്ന പ്രത്യേകതയാണ് പണപ്പൊയിലെ ഈ വണ്ടിപ്പൂട്ടിന് പിന്നിലുള്ളത്. CB അനുമോദ്, ന്യൂസ് 18. അപ്പോൾ ഔട്ടം ദിനത്തിൽ തൃശ്ശൂർ നഗരത്തിൽ ഇന്ന് കുമ്മാട്ടിക്കളി നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ന് മറ്റിടങ്ങളിൽ പല കലാപരിപാടികളും നടക്കുന്നു. അങ്ങനെ ഓണത്തിൻ്റെ ഒരു ആഘോഷ മൂഡ് തുടരുകയാണ് കേരളത്തിൽ. ആചാരങ്ങൾ കാത്തും
വിധിപ്രകാരവും പതിവ് തെറ്റാതെ ഇത്തവണയും പാലക്കാട് പല്ലശ്ശനയിൽ ഓണത്തല്ല് നടന്നു. ഒരു കുടി 7 കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. ഇന്ന് പല്ലശ്ശനയിൽ അവിട്ടത്തല്ലുണ്ട്. കൊലച്ചോറുണ്ട് കച്ചകെട്ടി ഒരു കുടി 7 കുടി ദേശത്തെ അഞ്ഞടിക്കും. ഇതാണ് നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന ആചാരത്തിന്റെ രീതി. സാമൂതിരി രാജാവിന്റെ 2 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അതായത് കുതിരവട്ടത്ത് നായരും അതേപോലെ തന്നെ കുറൂർ നമ്പടിയും. അപ്പോൾ അന്നൊരു യുദ്ധകാലത്ത് നമ്മുടെ ഇവിടുത്തെ പലശനക്കാരുടെ ഭരണാധികാരിയായിരുന്നു കുറൂർ നമ്പടി. അദ്ദേഹത്തെ മറ്റേ കുതിരവട്ടത്ത് നായർ ചതിച്ച് കൊല്ലുകയുണ്ടായി. അതിൽ അവിടെ നിങ്ങളുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു യുദ്ധത്തിനായി അന്ന് പുറപ്പെട്ടു. അതിന്റെ സ്മരണ പുതുക്കിയാണ് ഇപ്പോൾ എല്ലാ വർഷവും തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു ഓണത്തല്ല് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ പല ഭാഗത്തും ഓണത്തല്ലുണ്ടെങ്കിലും ഇതുപോലൊരു ചരിത്രമുള്ള ഒരു ഓണത്തല്ല് ഇവിടെ മാത്രമേ ഉള്ളൂ, പലശനയിൽ മാത്രമേ ഉള്ളൂ. പല്ലശ്ശന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും. 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഏറെക്കാലം പകയുണ്ടായിരുന്നതായും സാമൂതിരി ഇടപെട്ടാണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത് എന്നും രാജാവിന് നഷ്ടപ്പെട്ട പല്ലശ്ശനക്കാർക്ക് വേട്ടയ്ക്കൊരു മകന്റെ വിഗ്രഹം നൽകിയതായും കരുതപ്പെടുന്നു. വൈകിട്ട് സാമൂതിരി നൽകിയ വിഗ്രഹം പ്രതിഷ്ഠിച്ച വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് നായർ സമുദായത്തിലെ പുരുഷന്മാർ തല്ലിന് ഇറങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. കായംകുളം വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പട്ടണത്തിൽ അന്തിയുറങ്ങുന്നവർക്ക് ഉത്രാടനാളിൽ ഭക്ഷണവും ഒപ്പം ഓണക്കോടിയും വിതരണം ചെയ്തു. പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ വി രമേശ്, വേണുഗോപാലൻ ആചാരി, സുശീല മനോഹർ, ഉല്ലാസ് ശ്രീരാമൻ, സി കുമരേശൻ, പി ഹരിഹരൻ, എൻ രമേശ്, മനോജ് കുമാർ എന്നിവരും നേതൃത്വം നൽകി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കായംകുളം പട്ടണപ്രദേശത്ത് അന്തിയുറങ്ങുന്ന അന്തേവാസികൾക്ക് കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായി ഞങ്ങളെ വിശ്വകർമ്മ സേവാ സമാജത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പ്രവർത്തന ഭാഗമായിട്ട് ഞങ്ങൾ ഈ അന്തിയുറങ്ങുന്ന അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ കഴിഞ്ഞ വർഷക്കാലം 7-8 വർഷമായിട്ട് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് വരുന്നു. പുതിയർത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് ഞങ്ങളിതെല്ലാം നടത്തിക്കൊണ്ട് വരുന്നത്. നമ്മളുടെ വീട്ടിലെ നമ്മളുടെ കുട്ടികളോടൊത്ത് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളുടെ സഹോദരങ്ങൾ തെരുവിൽ ഇങ്ങനെ ഉള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടിയും ഈ പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. ടോക്സിക് സിനിമയെ ചൊല്ലി വിവാദം രൂക്ഷമാണ്. ഇന്നലെ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ വിനായകൻ പോസ്റ്റിട്ടതിന് പിന്നാലെ ഇന്ന് സംവിധായകരായ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും രംഗത്ത് വന്നു. കസബ സിനിമ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്നായിരുന്നു രൂപേഷിന്റെ ചോദ്യം. കസബയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കർ പ്രതികരിച്ചത്. മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന ഒരു ചിത്രമാണ് നിതിൻ പങ്കുവെച്ചത്. MS ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, ചിത്രത്തെ പറ്റി ഒരുപാട് മോശം റിവ്യൂ വരുന്നു. ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ കൊടുമ്പിരികൊള്ളുന്നുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? എൽദോ, കഴിഞ്ഞ ദിവസമാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത പാടെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ദി അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഗീതു മോഹൻദാസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിനായകൻ ആദ്യം പോസ്റ്റിന് തിരികൊളുത്തുന്നത്. പിന്നാലെയാണ് രൂപേഷ് പീതാംബരൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കസബ എന്ന സിനിമ ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ താങ്കളുടെ ചിത്രമായ ടോക്സിക് ആണോ തനിക്ക് ടോക്സിക് ആയി തോന്നുന്നത്? ഗീതു മോഹൻദാസിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു രൂപേഷിന്റെ
മറ്റൊരു ചോദ്യം. എല്ലാ കണ്ണുകളും കസബയുടെ സംവിധായകനായ നിതിൻ രഞ്ജി പണിക്കർ മേലായിരുന്നു. കാരണം ഇതിനു മുന്നേ ടോക്സിക്കുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വീഡിയോകളിൽ ഇതുപോലൊരു ഒബ്സീൻ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ നിതിൻ രഞ്ജി പണിക്കർ ഗീതു മോഹൻദാസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നിതിൻ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. കസബ എന്ന ചിത്രത്തിൽ രാജൻ സക്കറിയ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നത്. അതിലെ ഒരു ചിത്രം പങ്കുവച്ചതിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന രാജൻ സക്കറിയയുടെ ചിത്രം ആണ് നിതിൻ രഞ്ജി പണിക്കർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിവാദങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. വയലൻസും സെക്സും നിറഞ്ഞ ഒരു സിനിമ മാത്രമായിട്ട് ടോക്സിക് മാറുന്നു എന്നതും മറ്റു പല ഘടകങ്ങളിലേക്കും ഇതിന്റെ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട് ഒന്നും പോകുന്നില്ല. യാഷിന്റെ 4.5 വർഷത്തെ സിനിമാ ജീവിതം ടോക്സിക്കുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 2017 സംഭവിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കസബ എന്ന സിനിമയ്ക്കെതിരെ സെയ്റ്റ് എന്ന് ഗീതു മോഹൻദാസ് പാർവതിയോട് പറഞ്ഞ വാചകങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്ന കാഴ്ച. അതുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇപ്പോൾ ഫെമിനിസത്തിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചു എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. അതോടൊപ്പം തന്നെയാണ് കസബ സിനിമയ്ക്കെതിരെ അന്ന് സംസാരിച്ചത് എന്തുകൊണ്ട് ടോക്സിക്കിൽ തങ്ങൾ ചെയ്യുന്ന സിനിമയിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പാലിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഈ ചിത്രത്തിൽ ഉൾപ്പെടെ വിവാദങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും കൂടിയാണ് സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നത്. ഒരു കാര്യം, ഇപ്പോഴും WCC മൗനമാണ്. ഒരു തരത്തിലും WCC അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസിനെ പോലെ ഒരു വ്യക്തി WCCയിലെ ആക്റ്റീവ് മെമ്പർ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സിനിമാ മേഖലയിൽ നിന്ന് രൂപേഷ് പീതാംബരനും കസബയുടെ സംവിധായകൻ തന്നെയാണ് നിതിൻ രഞ്ജി പണിക്കർ. നിതിൻ്റെ പോസ്റ്റും കസബയുടെ നിർമ്മാതാവായ ജോബി ജോർജ് നേരത്തെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും ഒരു മറുപടി പറഞ്ഞിരുന്നു. ഇതുപോലെ വിനായകന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതുപോലെ ഗീതുവിന്റെ സിനിമയായ ടോക്സിക്കിനെതിരെ ഇതുപോലുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാഴ്ച. നിതിന്റെ പോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യും. റൈറ്റ്, ടോക്സിക്കിൽ വലിയ വിവാദമാണ് തിരിയുന്നത്. ഇനി എന്താണ് പ്രതികരണം എന്നൊക്കെ കാത്തിരിക്കാം. WCCയുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. കൂത്താട്ടോളം കാക്കൂരിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായി. 25 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് വന്ന വാഹനം അത് വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയ സംഘമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ആ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം ബസ്സിലുണ്ടായിരുന്നു. പരുക്കേറ്റവരെ കൂത്താട്ടോളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ഇരുചക്ര വാഹനക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ആ ബസ് മറിഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ IOSയുടെ പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൻ്റെ ചേർന്നുള്ള സ്ഥലത്ത് എതിരെ വന്നൊരു സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഡ്രൈവർ വെട്ടിച്ചതാണെന്നാണ് കേട്ടത്. ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ്. ദേവമാതായിലുള്ള ആളുകളുടെയൊക്കെ ഒടിവ്, ചതവ് അങ്ങനെയുള്ള പരിക്കുകളേ ഉള്ളൂ. വലിയ ഗുരുതര പരിക്കില്ല. പക്ഷേ കുറച്ച് ആളുകളെ പിറവം സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചെന്ന ആളുകളുടെ സ്ഥിതിവിവരങ്ങൾ അറിയില്ല. എന്നാലും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് അരിമല ഇല്യാസ് കനില മദ്രസ അങ്കണത്തിൽ കാറിലിരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത സഹോദരങ്ങൾക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. മഞ്ചേശ്വരം കടമ്പാർ സ്വദേശികളായ ഖലീൽ കടമ്പാർ, മൊയ്നു കടമ്പാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ മഞ്ചേശ്വരം ഹൊസങ്കടി സ്വദേശി സൈഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന മോർത്താന സ്വദേശി റാസി, കടമ്പാർ സ്വദേശികളായ റാഫി, ഷഫീഖ് എന്നിവരെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ജീപ്പിന്റെ താക്കോൽ ഊരാൻ ശ്രമിക്കവേ വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. ജീപ്പ് നിർത്താൻ ശ്രമിക്കവെയാണ് അപകടം. വില്ലുമല സ്വദേശി സജിയാണ് മരിച്ചത്. കാസർഗോഡ് ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായ്കൾ. തലനാരിഴയ്ക്കാണ് കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. നായയെ കണ്ട് ഓടുന്നതിനിടെ കുട്ടിക്ക് വീണ് പരിക്കേറ്റു.
ഇടുക്കിയിൽ പൂപ്പാറ തലക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബോഡിനായ്ക്കന്നൂർ സ്വദേശി മരിച്ചു. ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചുതേവരാണ് മരിച്ചത്. മകളുടെ തോട്ടത്തിൽ വെച്ച് രാവിലെയാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. പ്രദേശത്ത് കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ തോട്ടത്തിൽ ആന നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. തോട്ടത്തിലേക്ക് ഇറങ്ങിയ ഒച്ചുതേവരെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർക്ക് ന്യൂയോർക്കിൽ ഗംഭീര ആദരവ്. US ഓപ്പണിലെ അർദ്ധരാഷ്ട്രീയ സ്റ്റേഡിയത്തിൽ പ്രദർശന മത്സരത്തിനായി ഫെഡറർ ഇറങ്ങി. ആൻഡി റോഡിക്കിനെതിരെ സിംഗിൾസിലും ജോൺ മക്കൻറോയ്ക്കൊപ്പം ചേർന്ന് ആൻഡി റോഡിക്കിനെതിരെയും ആന്ദ്രെ അഗസിക്കെതിരെയും കളിച്ചായിരുന്നു ഫെഡററുടെ വരവ്. റോഡിക്കിനെതിരെയായിരുന്നു 6-3 റോഡിക്കിനെതിരെ ഫെഡററിനൊപ്പം അമേരിക്കൻ ടെന്നീസ് ഇതിഹാസമായ ജോൺ മക്കൻറോ എത്തി. മറുവശത്ത് ആൻഡ്രെ ഗാസ് ഫെഡററിന്റെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം മത്സരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണ വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിൽ. സ്വർണ്ണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,940, പവന് 1,19,520. 18 ക്യാരറ്റ് ഗ്രാമിന് 12,275, പവന് 98,200. വെള്ളി ഗ്രാമിന് 260 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അവിട്ടം ദിനാശംസകൾ നേരുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.